ഈ സിനിമയുടെ ഒരു ഗ്രാൻഡ്വറിലേക്ക് വളരെ കുഞ്ഞിലെ ഇൻട്രൊഡ്യൂസ് ആയ ഒരാളാണ്. പക്ഷെ ഗൗരി ഇപ്പൊ നിൽക്കുന്നത് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു വേറെ തന്നെ ഒരു എക്സ്ട്രീം ഡിഫറൻറ്റ് സ്പേസിലാണ്. ഇത് ചില നേരങ്ങളിൽ ഈ രണ്ട് ഫീൽഡ് മ്യൂച്വൽ ആവുമെങ്കിൽ പോലും രണ്ടും രണ്ട് രീതിയിലാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഈ സിനിമ തന്ന ഒരു വലിയ സ്പേസ് ചെയ്യുന്നു, പിന്നെ അതിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകാതെ പിന്നെ സയന്റിഫിക്കലി പാട്ട് പഠിക്കാനും BA MA വെസ്റ്റേൺ ട്രെയിൻഡ് ആവുന്നു, എന്നിട്ട് ഇൻഡിപെൻഡന്റ് ട്രാക്കിലേക്ക് പോകുന്നു. അതിന്റെ ഒരു റീസൺ എന്താ? സിനിമയുടെ തരുന്ന ഒരു വലിയ സപ്പോർട്ട് കണ്ടതാണല്ലോ. അത് ഞാൻ ചൂസ് ചെയ്ത സപ്പോർട്ടല്ല, അത് സംഭവിച്ചതാണ്. സിനിമയിൽ വന്നെന്നുള്ളത് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തുമാത്രം ആളുകളുടെ അപ്രൂവൽ, ആളുകളുടെ ഇടപെടൽ, നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഞാൻ ചൂസ് ചെയ്യുന്നതാണ്. മറ്റേത് സംഭവിച്ചാണ്. അകത്ത് വന്നു, സംഭവങ്ങളൊക്കെ കണ്ടു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി പരിപാടി കൊള്ളാം, തന്നെ ഒരു പാട്ട് എഴുതുക, വേറെ ആരുടെയും സമ്മതമൊന്നും വേണ്ട, വേറെ ആരുടെയും അപ്രൂവൽ വേണ്ട, നമുക്ക് തന്നെ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ, എവറിത്തിങ് ഈസ് അണ്ടർ മൈ കൺട്രോൾ, ഐ ക്യാൻ ഹാൻഡിൽ തിങ്സ്, എനിക്കറിയാവുന്ന പോലെ എനിക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി. അപ്പം പിന്നെ ഈ റൂട്ട് പിടിക്കാം. അങ്ങനെയാണ് ഫസ്റ്റ് ട്രാക്ക് തോണി ചെയ്യുന്നത്. അങ്ങനെയാണ്. അതായത് ടോപ്പിക്സ് പോലും ഇപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ പാട്ട് ചെയ്യുമ്പം അതിൻ്റെ കഥയ്ക്കനുസരിച്ച് നമുക്ക് പാട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൽ ചിലപ്പോൾ എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അപ്രൂവൽ, ഡയറക്ടറിൻ്റെ അപ്രൂവൽ, ചിലപ്പോൾ ആക്ടേഴ്സിൻ്റെ അപ്രൂവൽ, ഇത്രയും ആളുകൾ ഇടപെടും ചിലപ്പം. പിന്നെ അപ്പം ഇത്രയും ടൈപ്പ് ഓഫ് ആളുകളുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ എനിക്ക് ഈ വളരെ ബുദ്ധിമുട്ടുള്ള അപ്പം അങ്ങനെ ഇത് വളരെ കംഫർട്ടബിൾ ആണ്, വളരെ എക്സൈറ്റിംഗ് ആണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഒട്ടും ഫിൽട്ടർ ഇല്ലാതെ പുറത്തോട്ട് പറയാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. പിന്നെ സിനിമയിൽ എനിക്ക് പ്ലേ ബാക്ക് സിംഗിങ് ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. എനിക്ക് ആസ് എ സിംഗർ വേറൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ വിഷൻ നമ്മളിൽ കൂടെ അതിൻ്റെ ഭാഗമാകുക, പ്ലസ് അത് എക്സ്ട്രീംലി ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ആസ് എ സിംഗർ ഇറ്റ്സ് വെരി ചാലഞ്ചിങ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഇഷ്ടത്തിന് അത് ഡെലിവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. അപ്പം പ്ലേ ബാക്ക് സിംഗ് എനിക്ക് ഉറപ്പായിട്ടും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാണ്ട് ക്രിയേഷൻ എന്നുള്ള സ്പേസിൽ എപ്പോഴും ഐ പ്രിഫർ ബീങ് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ്. ഈ ആരോ നെഞ്ചിലും അല്ലെങ്കിൽ ആലോലും ചാഞ്ചാടും രണ്ട് കുറച്ചാണെങ്കിലും ഭയങ്കര യുണീക്കായിട്ട് രണ്ട് പാട്ടുകൾ ഗൗരിയുടെ അയ്യപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ രണ്ടിലേക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ആയത്? ആരോ നെഞ്ചിൽ ഷാൻചേട്ടൻ ആ സമയത്ത് മ്യൂസിക് മോജുലൊരു വരവീണ മൃദുപാണി ഒരു വേർഷൻ, അന്ന് ഈ അജിതഹരെ അല്ല ആദ്യത്തെ, അന്ന് പോലെ നമ്മൾ ഈ പരിപാടി തുടങ്ങി തോന്നി മാസം. അപ്പം വരവീണ കേട്ടിട്ട് പുള്ളി ഇങ്ങനെ ഒരു ടെക്സ്റ്റ് എനിക്ക് അയച്ചായിരുന്നു ഫേസ്ബുക്കിൽ, ട്രാക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടറായിരുന്നു ഷാൻ റഹ്മാൻ. അപ്പം അങ്ങനെ ഷാൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ നിങ്ങളുടെ വർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞപ്പം ഹി വാസ് വർക്കിംഗ് ഓൺ എ ഫ്യൂ മൂവീസ്, വന്നോളൂ എന്ന് പറഞ്ഞു. പോയി വർക്ക് ചെയ്തു. പിന്നെ കുറേ മൂവീസ് നമ്മൾ ഒരുമിച്ച്, ഞാൻ പ്രകാശൻ അത് കഴിഞ്ഞാൽ ചെയ്തത് ലവ് ആക്ഷൻ ഡ്രാമ, ഒരു കുറേ മൂവീസ് ചെയ്തായിരുന്നു. അപ്പം പുള്ളിയാട്ടി പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ആവുന്നത്. ഒരു സൗഹൃദത്തിന്റെ സ്പേസും കൂടെ ഉണ്ടല്ലേ? വളരെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഫ്രീഡം ഉള്ളൊരു സ്പേസാണ് പുള്ളിയുടെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ. നമുക്ക് പല ടൈപ്പ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ചില ആളുകൾ അവർ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഷാൻചേട്ടൻ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി നമ്മുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇൻപുട്ട് എടുക്കുന്ന ആളാണ്. പുള്ളി ജസ്റ്റ് ആ സ്പേസിനേക്കിട്ട് അവിടെ ഇരിക്കും, എന്തെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ളൊരു, നമുക്ക് ആസ് എ ക്രിയേറ്റർ കൂടെ കുറേ ഇംപ്രവൈസ് ചെയ്യാനും നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ കുറേ കൊടുക്കാനും ഒക്കെ സ്പേസ് ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. യെസ്. കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴേ തളർന്നു പോകുമല്ലോ നമ്മൾ. അപ്പോൾ ഒരു കംബാക്ക് എടുത്ത് വരാനുള്ള ബ്രേക്സും വർക്കിൽ നിന്നുള്ള ഗ്യാപ്പും ഒക്കെ ഗൗരി എടുക്കാറുണ്ട്. എനിക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട്.